ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹൈഡ് ആൻഡ് സീക്ക് പാർട്ട് 2 ആണ് അല്ലേ? അന്ന് നിങ്ങളൊന്നും ഇല്ലായിരുന്നു, മൂത്തമ്മയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് കുറച്ച് പേരൊക്കെ മാറിയിട്ടുണ്ട്. മുന്നേ ഉണ്ട്, മൂത്തമ്മയുണ്ട്, പക്ഷെ അനുവില്ല, അളിയനില്ല, ഒരു പൊടിക്കൊച്ചും ഉണ്ട്. പിന്നെ വേണ്ട ഭദ്രയുണ്ട് കേട്ടോ. ഭദ്ര ഹായ്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാന്ന് വെച്ച് ഞാൻ ഇടയ്ക്ക് ഒരു 2-3 വട്ടം ഇത് പ്ലാൻ ചെയ്താൽ, പക്ഷേ എല്ലാവരും ഒത്ത് കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് പോകണം പോലെ വെച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ചെയ്യാന്ന് വെച്ച് അത് തുടങ്ങിയല്ലോ നമുക്ക്. പിന്നെ വീടിനകത്ത് ഫുള്ളുണ്ട്. അന്ന് വീടിന് പുറത്ത് അകത്ത് അങ്ങനെ കയറിയൊന്നുമില്ല. ഇപ്രാവശ്യം വീടിനകത്ത് ഫുള്ള് യൂസ് ചെയ്യാം. നമ്മുടെ പാത്രം വയ്ക്കുന്ന ഇതിന് നമ്മുടെ കോമ്പൗണ്ട് ഇട്ട് പുറത്ത് പോയി ഒളിക്കരുത്, വീട് യൂസ് ചെയ്യാം. മുത്തച്ഛൻ എവിടെയാണ് ഒളിക്കുന്നത്? എവിടെയെങ്കിലും ഉള്ള സൗകര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് വയ്യാതെ ഒളിക്കണ്ട, ഓടണ്ട. അപ്പൊ ഇങ്ങനെ നിൽക്കുക. എന്തോ പ്ലാൻ ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല എന്തിനാണ് പ്ലാൻ എന്ന്. എന്തായാലും ഒക്കെ കണക്ക് ഒളിക്ക്. എവിടാന്ന് വെച്ചാ പാത്തിരിക്കാനുള്ള തയ്യാറിലാണ് ഇരിക്കുന്നത്. പണ്ട് കളിച്ചിട്ടുണ്ടോ ഒളിച്ചോളി? ഒളിച്ചോളി കളിച്ചിട്ടുണ്ട്. എത്ര വർഷത്തിന് ശേഷം കളിക്കുന്ന ഇപ്പം? 40 വർഷം വരും. 40-45 വർഷത്തിന് ശേഷം. 40 അല്ല. കല്യാണം കഴിച്ചിട്ടും ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചായിരുന്നാ? കളിച്ചായിരുന്നു. ക്ഷേത്രത്തിൽ ഒരു പൗരമുന്നണി ഉണ്ടായിരുന്നു, അവിടെ പോയി കളിച്ചിട്ടുണ്ട് പണ്ട്. പൗരമുന്നണിയില് പോയി ഒളിക്കളി. നമ്മുടെ സാറ്റുമൂട് അതാണ് കേട്ടോ. നിനക്കെത്തൂലേ? നീ കുഴപ്പമില്ല, നീ ഇന്റെ അറ്റത്തടിച്ചാൽ മതി, ഇവിടെ അടിച്ചാൽ മതി. നീ ഒന്ന് എണ്ണിയാണ് അങ്ങനെയൊക്കെ എണ്ണിയത് കുഴപ്പമില്ല. സ്ലോ ആയിട്ടൊക്കെ എണ്ണണം. 30 കഴിഞ്ഞ പിന്നെ 40. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കള്ളക്കളി ഉണ്ടായിരുന്നു. 30 കഴിഞ്ഞ് 40 ആയിരുന്നു. അത് എന്നാ അറിയത്തില്ല. ചേച്ചി ഉണ്ട് നോക്കായി. മൂത്തമ്മ കള്ളക്കളി. ഓക്കെ 1 2 3 മൂത്തച്ഛ ഇവിടെ ഇരുന്നോ? മൂത്തച്ഛ അവിടെ ഇരുന്നോ, ഞാൻ ഇവിടെ കാണാൻ വിളിച്ചോളാം. 19 40 ഇതെന്തരാ ഭദ്രതോണ്ട് മാവിന്റെ ഉണ്ടെങ്കിൽ മൂത്തച്ഛ നിൽക്കുന്നു. മൂത്തച്ഛനെ കണ്ട് ഭദ്ര ഞാൻ ഫസ്റ്റ് സാറ്റ് അടിച്ചേ, മൂത്തച്ഛനെ മാത്രമേ കണ്ടുള്ളൂ. കണ്ടുപിടി അയ്യേ പറ്റിച്ചേ. ബാക്കിയുള്ളവരൊക്കെ എന്തി? അമ്മയൊക്കെ എന്തി? വീട്ടിനകത്ത് കയറിയാ? മണ്ട എടാ, ഇതുവഴി ഇറങ്ങി ഓടിയാ പോരാ. അമ്മ അടിച്ച് കാപ്പി ഇപ്പൊ കണ്ടുപിടിക്കും. കഴിച്ചാ പൊട്ടി. മൂത്തമ്മ സാറ്റടിച്ച് അച്ഛന്റെ കഴിച്ച പൊട്ടി. ഇനി അടുത്ത ആരാ? എല്ലാരും സാറ്റടിച്ചില്ലേ? നീയാ ഓണച്ചാ. സൂപ്പർ സ്ഥലം എന്റെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കിടക്കെ മണ്ടത്തരാവും. കയറി. യെസ്, ഇനി ഇറങ്ങണ്ട. ഞാനിവിടെ വിളിച്ചിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ വിളിച്ചു. 56 57 49 50. ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ് കൂട്ടിയിരുന്നാലും സാറ്റ്. മൂത്തമ്മ കണ്ടുപിടിച്ച്. ஹாய் உன்னத்தான பார்த்துக்க நான் இங்க
കണ്ട് ഭദ്ര അമ്മയും കൂടെ അതുകൊണ്ട് എന്റെ വണ്ടിയുടെ ബാക്കി പോണ്ട്. സാറ്റേ അയ്യോ അയ്യോ ഹാപ്പി. ഹാപ്പി ഒന്ന് കാണിച്ചു കൊടുത്തതാ. എടേ ഇവൻ വന്ന് കാണിച്ചു കൊടുത്തവാ. സാറ്റടിച്ചാ ചേട്ടാ ഇവര് സാറ്റടിച്ച്. ആ ഇങ്ങോട്ടിരുന്നേണി ഇങ്ങോട്ട് വന്നാ സുഖാണോ? അത്രയും പെടുത്തി. അയ്യോ അച്ഛൻ്റെ പണ്ട് ചാടി. ദൈവമേ അച്ഛൻ മണ്ടേ കയറിയിട്ട് ഞാൻ ഏണി എടുത്ത് കളഞ്ഞു. കാണിച്ച പന്നത്തെ പരിപാടിയാട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പരിപാടി ഇവൻ കയറാതിരിക്കാൻ ഞാൻ ഏണി മാറ്റിയായിരുന്നു. ഈ പ്രാവശ്യം ഏണി എടുത്ത് മാറ്റി കളഞ്ഞു. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം അതല്ലേ ഇതാ അത് ഞാൻ ചെയ്ത്. ഇനി അടുത്ത മൂത്തമ്മയാണ് കേട്ടോ എന്നാ. ഓക്കെ 1 2 3 ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല. 26 27 നമ്മേല് പോ. എന്തോന്ന് കാണിക്കുന്ന കട്ടിലടിക്കണം പോ. ഞാൻ ഞാൻ കട്ടിലടിക്കണം. അല്ല നിങ്ങൾ കയറി മൊത്തം ഇങ്ങോട്ട് കയറി വരില്ല. കക്കൂസി അച്ഛ സാറ്റടിച്ച്. മൂത്തച്ഛ കണ്ട ഓട്ടെ. മൂത്തച്ഛ തോട്ടെ. അമ്മ മൂത്തച്ഛ തോരുന്നണ്ട. അമ്മ ഇങ്ങോ 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 മൂത്തച്ഛ പോകണ്ട. അവിടെ കീഴോ വിളിച്ചേക്കുന്നു മൂത്തച്ഛൻ. ബിന്ദു വേണ്ട ആരെ തിരക്കി വന്ന്. ബിന്ദുവേ ആ കൊച്ചിന് കൊറിയർ. ബിന്ദു വേണ്ട ആരാണ്ട് കൊറിയർ കൊണ്ടുവന്ന്. അവിടുത്തെ ആ റൂമിൽ വാതൊക്കെ വരെ നോക്കിയായിരുന്നു മൂത്തമ്മ. ഞാൻ കക്കൂസിൽ അമ്മ ആ കഥവിന്റെ ഇടയിൽ
1 2 3 4 5 6 7 8 9 എവിടെ ഇതിനകത്തൊക്കെ കേറി 32 33 34 35 ഇവിടെ പറ്റിക്കുള്ളൂ. എല്ലാം കണ്ടുപിടിച്ചടേ. ആ ബാക്കിയുള്ളവരെ കണ്ടുപിടി. മൂത്തച്ഛ വിളിച്ചാ ഓ വരുന്ന ആര് മൂത്തമ്മ കണ്ടുപിടിച്ചാ? അതേ വരുതാ. ഇവിടെ എല്ലാവർക്കും ടാർപ്പട കീഴുള്ള അച്ഛൻ ഇവിടെ ഇരിപ്പോട്ടായിരുന്നു. ഞാൻ ഇവിടെ കിടന്ന് അത് കാണാ കേട്ടാ, അത് കാണാം. അറിയില്ല വിചാരിച്ച്. അയ്യവാ ഞാനാ പെണ്ണുന്ന 1 2 3 4 5 എനിക്ക് പേടി വന്ന് കണ്ടുപിടിക്കൂ. ഹാപ്പി അങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പൊ അതുവഴി ആരോ പോയിട്ടുണ്ട്. ഭദ്രസാജി അയ്യമ്മ ഞാൻ വെല്ലുവിളിയാ എൻ്റെ കൂടെ. വേണ്ട വേണ്ട, എനിക്ക് കണ്ട കണ്ടിട്ട് ഒന്നും എന്നിട്ട് കാര്യം പോയ. ആ കക്കൂസിന്റെ മൂട്ടിക്കുന്ന കണ്ടിഞ്ഞു വാ. അവിടെ ആരുമില്ല. ഇതിന്റെ വീട്ടിലാരുമില്ല. എവിടെ അവിടെ നിന്ന് എടുത്ത് ചാടരുത്. അവള് പറഞ്ഞു കൊടുത്തു. ആ ഏണി ഉണ്ടായിരുന്നു, ഇറങ്ങി പോവായിരുന്നു. ഇതിനകത്താരുമില്ല. ആരും വന്നില്ലേ? നീയാണോ നടന്നത്? ഇതിനകത്താരുമില്ല. ഇതിനകത്ത് തന്നെ ഇവിടെ ഒന്നുമില്ലേ? ഇല്ല, ഇല്ല. മൂത്തച്ഛൻ കിടന്ന് ഉറങ്ങുന്നതാ, അകത്ത് കിടന്ന് ഉറങ്ങുന്നത് മൂത്തച്ഛൻ സാറ്റ്. പൊക്ക പൊക്ക പോയി സാറ്റടിച്ചോ, പോയി സാറ്റ്. സൺഷെയ്ഡിന്റെ ഒച്ച മണ്ടേ ചാടി സൗണ്ട് കേട്ട്. ഇവിടെ ആരുമില്ലേ? ഞാൻ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. പോയി കണ്ടുപിടി. ചച്ചടിച്ചേട്ടാ എന്റെ പൂത്തയോട് നിന്നിക്കാണ്.
ഇതിനകത്തുണ്ടേ വന്നിട്ടാ കമാലി. എവിടെ അടിച്ചാ നിന്റെ അച്ഛൻ കേറിയിട്ടേ ഏണി തന്നെ കളഞ്ഞേ. ആ സൗണ്ട് ഇട്ട് നീ അവിടെ നിന്ന് പട്ടി എന്നെ കണ്ട് ഇവിടെ ആരും ഇല്ല. നിന്റെ അടുത്ത് എന്നോട് പറഞ്ഞ പത്തിയ ഇവിടെ ആരും ഇല്ലെന്ന്. ഇവിടെ ഇവളെന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ ഏണി പിടിക്കാൻ പെയ്യ ഇറങ്ങിയാറേ. ഇവള് സ്പൈ ആയിരുന്നേ. ഏതില്? ഈ ഫ്രണ്ടില് ബാത്റൂമിൽ. ഞാൻ അപ്പുറത്ത് വന്ന് നോക്കിയായിരുന്നു. ഞാൻ ക്യാമറ പുറക്കെ വരുന്നേ ഉള്ളു. അതിന്റെ അടിയിൽ ജസ്റ്റ് മിസ്. കമ്പിയുടെ സൗണ്ട് ഇട്ട് കൊച്ചണ്ടങ്ങ് വന്ന് എന്നെ പിടിച്ചെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് ലാസ്റ്റ് റൗണ്ട് ആട്ടോ. ലാസ്റ്റ് ആണ് ലാസ്റ്റ്. 1 2 3 4 5 6 7 കണ്ടുപിടിക്കും. സാറ്റ് പൂട്ടിയിരിക്കുന്നവരെല്ലാം സാറ്റ്. കൊണ്ടുവന്നു ആരെ കണ്ടുപിടിച്ച് തത്തനെ കണ്ടുപിടിച്ച്. അവിടെ ആരെ വീട്? ഇവിടെ ആരുടെ വീട്? ഇവിടെ ആരാ കിടന്ന് ഓടുന്നു കേട്ടാ. പുല്ല് മുള്ളിൽ കയറി. മുന്നേ അടിച്ച് സാച്ച്. ഞങ്ങളുടെ കക്കൂത്തിട്ട് ആക്കിട്ടായിരുന്നു. ഒരാള് കക്കൂസ് കയറി വിളിച്ചിരിക്കുന്നു. എന്നിട്ടേ കഥ പറഞ്ഞപ്പോ അങ്ങോട്ട് ഇടിക്കുന്നു. ഞാൻ ഈ വണ്ടി കയറാൻ പോയി, കാറിന്റെ ഡിക്കി തുക്കാനാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ 50 എണ്ണി. പിന്നെ ഞാൻ അടച്ചിട്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് അടുക്കള തുറന്നിട്ടേക്കുന്നത്. ചെറിയ സാധനത്തിന്റെ ഒക്കെ കിഴി കയറി നോക്ക്. അവിടെ അടിച്ചില്ല. ചുമ്മാ എന്റെ കൈ മുറിച്ചടേ. അയ്യോ, പൂജ മുറിയില്ല. മുട്ടായി ഇതിനകത്ത് തരും. ഇത് അതിനകത്തില്ല, അവിടെ ഇല്ല. എന്റെ പൊന്നേ, എടീ കള്ളി, ഇവള് വായ്പൊത്ത് കടവിട്ട് ഇവിടുത്താ. നമ്മളവിടെ മൊത്തം നോക്കി. പക്ഷെ ഞാൻ ഇവിടുന്ന് ഒരു മുക്കൽ സൗണ്ട് കേട്ടോ. അതാണ് ബാത്റൂമിലോട്ട് വന്ന. എത്ര അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു?
അയ്യോ അടിപൊളി. നേരെ അങ്ങ് ഇരുട്ടി കേട്ടോ, അല്ലെ കുറച്ച് നേരം കളിക്കായിരുന്നു. ഓടി മടുത്തേ. എങ്ങനെ ഉണ്ടായിരുന്നേ? സൂപ്പർ ആയിരുന്നാ? മുത്തച്ഛ എങ്ങനെ ഉണ്ടായിരുന്നേ? അടിപൊളിയായിരുന്നു കളി. അടിപൊളിയായിരുന്നു കളി. ഇടയ്ക്ക് വെള്ളം വേണം. ഇടയ്ക്ക് വെള്ളം വേണം ഇച്ചിരി. എപ്പോഴും സാറ്റ് അടിക്കുവാ ചാനെ. ഇവിടെ കണ്ടുപിടിക്കും കേട്ടാ, അതേ ഉള്ളു. ഇനി കളിക്കണം നമുക്ക്. കളിക്കാം. കളിക്കാം. ഞാൻ ആദ്യമേ ഇപ്പം തെങ്ങിനുണ്ടെ കയറാന്ന് വിചാരിച്ചായിരുന്നു. നന്നായി. പക്ഷെ ക്യാമറ ഓടിക്കാൻ ആരും ഇല്ലായിരുന്നു, ഞാൻ കയറിയല്ലേ. കൊള്ളായിരുന്നല്ലേ? ഒരെണ്ണത്തിനും ജയിച്ചില്ല. അത് കുഴപ്പമില്ല. എന്തായാലും പങ്കെടുത്തല്ലോ, അതാണ് അടിപൊളി. ഞാൻ അത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.